This is why you should visit Manali once in your life. See that? വണ്ടി ട്രാഫിക്കില് ബ്ലോക്കായി. ഇവിടെ ഫുൾ നല്ല മഞ്ഞ്. ഞങ്ങൾ ഇനി 1 കിലോമീറ്റർ ഇറങ്ങി നടക്കണം എന്നാ പറയുന്നത്. ബ്രോ നോക്കിത്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഫ്രണ്ടില്? നമ്മളെ 9 പേരെയും വഴിയുടെ ഇടയ്ക്ക് വെച്ച് ഇറക്കി വിട്ടിരിക്കുകയാണ് വണ്ടിയിൽ നിന്ന്. ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ക്രേസിയസ്റ്റ് 100K വീഡിയോ എവർ. ബാക്ക്ഗ്രൗണ്ട് നോക്ക് നിങ്ങൾ, കസോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഞങ്ങളുടെ വണ്ടി സ്കിഡായി. ഇപ്പം 3 ടയർ മാത്രമേ റോഡിലുള്ളൂ. എത്ര റേസ് ചെയ്തിട്ടും വണ്ടി പോകുന്നില്ല. ഏതാ ട്രിപ്പ് ഇല്ല ഗൈസ്. 100K സ്പെഷ്യൽ ട്രിപ്പ്. Hi homies, this is Vishal's mom. Yes. Today with a difference, instead of Vishal giving the intro, I am giving the intro. Yes. So hi to everyone. Jai Shri Ram, Jai Bajrangbali. Yo homies, we are going to Manali. ഓക്കെ, ഞാനിപ്പോൾ കോളേജിലെത്തി. 5:30 എത്താൻ പറഞ്ഞതാ, ഇപ്പൊ 6 മണി കഴിഞ്ഞ്. സോ ഞാൻ വേഗം പോയിട്ട് ബാക്കിയുള്ളവർ എവിടെയാന്ന് നോക്കട്ടെ. അപ്പം പേടി നമ്മൾ പോവാണ് മണാലി. ആഗ്ര. എങ്ങനെയുണ്ട് വിഷ്ണു തുടക്കം? നല്ല തുടക്കം അല്ലേ? നമ്മൾ ഈ പെട്ടികളൊക്കെ എടുത്തിട്ട് ഫുൾ സ്റ്റെപ്പ് കയറാടാ. അയ്യോ, കറക്റ്റ് സമയത്ത് ട്രെയിൻ പാസ് ആവാണ്. നമുക്കിനി ഫുൾ സ്റ്റെപ്പ് കയറേണ്ടി വരും. നമ്മുടെ സോറോ മിസ്റ്ററി ഗിഫ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, എമാക്സിന്റെ, അവര് ഇപ്പൊ എനിക്കിവിടെ പ്ലാറ്റ്ഫോമിൽ കൊണ്ട് തരികയാണ്. സോ ലെറ്റ്സ് ഗോ കളക്ട് ദാറ്റ്. വ്ളോഗ് എടുത്തോണ്ടിരിക്കുകയാണ്. അതെ, ഹായ് ബ്രോ. സോ ഗൈസ്, ദിസ് ഇസ് എമാക്സിന്റെ ടീം നമ്മുടെ സോറോയുടെ മിസ്റ്ററി ബോക്സ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ എന്റെ ഗ്രൂപ്പിലുള്ള ആനിമേ ഫ്രണ്ട്സിനോട് എല്ലാവരുടെയും കൂടെ ഓപ്പൺ ചെയ്യാം. Yo mees, after 2 nights and 1 day of train journey, നമ്മൾ ഫൈനലി ആഗ്ര എത്താറായി. ആൻഡ് 2 ദിവസം എനിക്ക് പ്രത്യേകിച്ച് ട്രെയിനകത്തൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ കൂടുതലും കുറെ സംസാരിച്ചിരുന്നു, പിന്നെ കുറച്ച് കാർഡ് ഗെയിംസ് ഒക്കെ കളിച്ചിരുന്നു. ആൻഡ് ഇപ്പൊ ആഗ്ര എത്താറായി. ഈ ഗ്ലാസ് എത്ര തണുപ്പാണെന്നറിയോ? ഫീച്ചറിങ് വിഷ്ണു. ഇതാ ഇരിക്കുന്നതാണ് വിഷ്ണു. ഹായ് പറ വിഷ്ണു. ഓക്കെ, പിന്നെന്താ പറയാ, ഇപ്പൊ സമയം ഒരു ഏകദേശം 8 മണി കഴിഞ്ഞു. നമ്മൾ ആഗ്ര ഒരു 10:11 മണി ആകുമ്പോഴത്തേക്ക് എത്തും. ഇപ്പൊ തന്നെ എന്ത് തണുപ്പാന്നറിയോ വെളിയില്. രാവിലെ പല്ല് തേക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് വെള്ളത്തിലേക്കോട്ട് കൈ വെച്ചപ്പോ വിറയ്ക്കാൻ തുടങ്ങി. ഇനി എങ്ങനെ നമ്മുടെ മുഖമൊക്കെ കഴുകി വാഷ്റൂമിലൊക്കെ പോകുന്നത് എനിക്ക് അറിയില്ല. ബട്ട് ട്രൈ ചെയ്യണം. റൂമിലെത്തിക്കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല, ഹീറ്ററൊക്കെ ഉണ്ടാവും. പക്ഷെ ട്രെയിനിൽ സർവൈവ് ചെയ്യണം. ഇവിടുന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ആഗ്ര എത്തിയിട്ട് അവർ ലഞ്ച് മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. യപ്പ്, ദാറ്റ് ഇസ് ദ അപ്ഡേറ്റ്. ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. ഗൈസ്, ദിസ് ഈസ് അദ്വൈത്. നമ്മൾ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടത്. ഇപ്പൊ ഫുൾ ചങ്ങമങ്കാണ്. യെസ്, കാണാം, എവിടെയെങ്കിലും വെച്ച് കാണാം. യെസ്, വി ഹാവ് റീച്ച്ഡ്. ഗൈസ്, നമ്മൾ ആഗ്ര സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ആൻഡ് നമ്മുടെ ട്രെയിൻ പോവാണ്. നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ബസ്സിലേക്ക് പോവാണ്. ആൻഡ് ദെൻ വിൽ ഗോ ടു ദ ഹോട്ടൽ റിസോർട്ട്. അത് ആക്ച്വലി താജ്മഹലിന്റെ വെസ്റ്റ് സൈഡിൽ ആണ് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ ഞാൻ റിസോർട്ടിൽ എത്തിയിട്ട് റൂം ടൂർ ഒക്കെ തരാം. ദേ ആ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ബസ്സുകൾ. സോ അത് കയറിയിട്ടാണ് നമ്മൾ റിസോർട്ട് വരെ പോകുന്നത്. കുഴഞ്ഞ വിഷ്ണു ഫുൾ ലഗേജ് ബസ്സിൽ സെറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് ഫുൾ കുഴഞ്ഞിരിക്കുകയാണ്. ഇനി ബസ്സിൽ നിന്ന് 20 minutes ട്രാവൽ ഉണ്ട് നമ്മുടെ റിസോർട്ടിലേക്ക്. യോ മീസ്, വെൽക്കം ടു ദ റൂം ടൂർ. ബയോ. റൂം സ്റ്റാർട്ട് ആവുമ്പോൾ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു വാഷ്റൂം ആണുള്ളത്. ഇവിടെ നമ്മുടെ ക്യാമറമാൻ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് വാഷ്റൂം. വാഷ്റൂമിൽ ഇപ്പം വിവി ഉണ്ട്. സോ നമുക്ക് ഓക്കെ, അവന് വെറുപ്പിക്കണ്ട. ആൻഡ് ദെൻ ഇവിടെ ഒരു വലിയ മിറർ ഉണ്ട്. നമുക്ക് ഫുൾ ഔട്ട്ഫിറ്റ് ചെക്ക്. യോ, ഓക്കെ.
Then we have the bed. ഞങ്ങൾക്ക് 4 പേർക്ക് കിടക്കാനുള്ള കിങ് സൈസ് ബെഡാണ്. ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അതിൽ ചാടാന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ദെൻ ദർ ഇസ് എ TV. നമുക്ക് വൈബ് ഒന്നും കാണാൻ സമയമില്ല, ഇപ്പൊ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഇറങ്ങണം. ആൻഡ് ദെൻ നമ്മുടെ ഇവിടെ ലഗേജ് ഒക്കെ വെച്ചിരിക്കുകയാണ്. നമ്മുടെ സോറോയുടെ മിസ്റ്ററി ബോക്സ് അൺബോക്സ് ചെയ്യണം. നമുക്ക് താജ്മഹലില് ഇതിട്ടിട്ട് പോവാം, താജ്മഹലിൽ പോകുമ്പോൾ ഇതിട്ടിട്ട് പോവാം. ഓക്കെ, ആൻഡ് ദെൻ ദർ ഇസ് എ ടേബിൾ. എനിക്ക് ലാപ്ടോപ്പ് കൊണ്ടുവന്നിരുന്നെങ്കിൽ എഡിറ്റ് ചെയ്യായിരുന്നു, പക്ഷെ ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ, നെവർ മൈൻഡ്. ആൻഡ് ദെൻ ഇവിടെ സോഫ സെറ്റ്. നമുക്ക് ഇവിടെ ഇരുന്ന് ഡീപ്പ് കൺവെർസേഷൻസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല, ആനിമേനും വെബ് സീരീസിനെ കുറിച്ചൊക്കെ തന്നെ പറയാൻ പോണ്. യെസ്, ആൻഡ് ദെൻ ഇവിടുന്ന് വ്യൂ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ ഇല്ലടാ, മൊത്തം ഗ്ലാസ് ടിൻഡഡ് ആണ്. അങ്ങനെ ഫുൾ ഫ്രഷനപ്പ് ആയി. ദിസ് ഈസ് ദ ന്യൂ ഫിറ്റ് മീ ആൻഡ് വിഷ്ണു. ഓക്കെ, ഇനി ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിക്കാൻ പോയിട്ട് താജ്മഹൽ പോകണം. ഓൾറെഡി ലേറ്റ് ആയി, വേഗം പോവാം. എവിടെറാ കഴിച്ചോ? I just took some paneer makhani, ഒരു ബട്ടർ നാൻ ആൻഡ് ദെൻ സം വെജ് ഫ്രൈഡ് റൈസ്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വന്നു. ആൻഡ് ഗസ് വാട്ട്, ഞാൻ വീണ്ടും ഔട്ട്ഫിറ്റ് മാറ്റി. ബിക്കോസ് ഇവരെല്ലാരും എത്നിക് വെയർ ഇട്ടത്, അപ്പൊ ഞാൻ മാത്രം ഒരു വാർസിറ്റി ജാക്കറ്റ് ഇട്ടിട്ട് പോയാൽ ശരിയാവില്ലല്ലോ. വി ആർ ഓൾ സെറ്റ് ഗൈസ്. നമ്മള് പോകുന്നതിന് മുമ്പ് മാസ്കും ജാക്കറ്റും കമ്പൽസറി ആണെന്ന് പറഞ്ഞു. സോ ഇതിന്റെ മുകളിൽ കൂടെ ഉള്ളിലൊരു ലെയർ, അതിന്റെ മുകളിൽ ഒരു ഷർട്ട്, അതിന്റെ മുകളിൽ ഒരു ജാക്കറ്റ്, അതിന്റെ കൂടെ മാസ്ക്, എല്ലാം കൂടെ ശ്വാസം മുട്ടണടാ. ഓക്കെ, നമുക്ക് നേരെ താജ്മഹലിലേക്ക് പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ചേട്ടാ, എല്ലാവർക്കും കൂടെ ഒരു മിറർ സെൽഫി എടുക്കാം. 3, 2, 1. We are here at Taj Mahal, guys. ഞാൻ ഉറങ്ങി, ഞാൻ വരുന്ന വഴിക്ക് നല്ലോണം ഉറങ്ങി. ഇന്നലെ എനിക്ക് ട്രെയിനിൽ ഉറങ്ങാനേ പറ്റില്ല തീരെ. നല്ല ഉറക്കം കിട്ടിയടാ എനിക്ക് ബസ്സിൽ ഇരുന്നിട്ട്. സോ നൗ ഐ ആം ഫുൾ എനർജറ്റിക്. എങ്ങനെയുണ്ടായിരുന്നു ഫ്രണ്ട് സീറ്റ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അണ്ണൻ വിഷം കൊടുത്തായിരുന്നു. ഏതൊക്കെ തിരിവും അമ്മോ, വിഷം സൂപ്പർ സീന്, ഒന്നും പറയാനില്ല. ഡൽഹി ഡ്രൈവിംഗ് ഇസ് ക്രേസി ഗൈസ്. എന്ത് ക്ലോസ് ആയിട്ടാണ് ഇവർ എടുത്തിട്ട് പോകുന്നത് ബ്രോ. നമ്മളൊരു ബാഗ് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ബാഗ് ചെക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിട്ട് 1/2 മണിക്കൂർ ഞങ്ങൾ രണ്ടുപേരും മാത്രം ക്യൂവിൽ നിന്നു. ബാക്കിയുള്ള 114 പേര് ഞങ്ങൾക്ക് വേണ്ടി അകത്ത് കയറി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ബ്രോ. ഇത്രയൊക്കെ സഹിച്ചിട്ട് കാണാൻ തോന്നുന്നില്ലടാ അവസാനം ഉള്ളിൽ കയറിയിട്ട്. എന്തായാലും 45 മിനിറ്റ് ക്യൂവിൽ നിന്ന്, എന്നാ പിന്നെ താജ്മഹൽ എൻട്രി വീഡിയോ കൂടെ എന്തായാലും എടുക്കണം. താജ്മഹലിന്റെ ഉള്ളിൽ കയറാനായിട്ട് ടൈം ലിമിറ്റ് ഉണ്ട്, 6 മണി വരെ ഉള്ളൂ. സോ നമുക്ക് പെട്ടെന്ന് പോകണം. ഇപ്പൊ തന്നെ 5:45. എടാ, ഇത് വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ. ദിസ് ഈസ് സോ ഹ്യൂജ്. നല്ല രസമുണ്ട് ഇത് ഇത്ര അടുത്തുനിന്ന് കാണുമ്പോ. നമ്മള് 4 ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറാനായിട്ട്. 1 ടിക്കറ്റ് ഇസ് ഫോർ 200 rupees. ആൻഡ് നമുക്ക് അതിൻ്റെ കൂടെ ഷൂ കവേഴ്സും തന്നു. സമയമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് വ്ളോഗ് എടുക്കാൻ ഒട്ടും സമയം കിട്ടുന്നില്ല. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യുന്നത്. ബ്രോ, ദിസ് ഇസ് സോ ഗുഡ് മാൻ. എന്തായാലും വർത്തിട്ട് ആയിട്ടാ 45 മിനിറ്റ് ലൈനിൽ നിന്നത്. ഇനി എന്തായാലും ഇവിടം വരെ വന്നോണ്ട് ഞങ്ങള് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറുകയാണ്. ഞാൻ താജ്മഹലിനെ തൊടാൻ പോവാണ്. നമുക്ക് ഇതിന്റെ ഓരോ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടടാ. ഞാൻ ഇത്ര അടുത്ത് വെച്ച് പറയുന്നത്, എനിക്ക് മൈക്ക് സാധനങ്ങളും ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല ചെക്കിങ് ചെയ്തപ്പോൾ. അതുകൊണ്ട് ഞാൻ ഫോണിന്റെ മൈക്ക് വെച്ചിട്ടാണ് ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്രയും നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്. നമ്മൾ ഫൈനൽ ഗേറ്റിനുള്ളിൽ കയറാൻ പോവാണ്. ഇനി ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. ഉള്ളിൽ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പ്രൊഹിബിറ്റഡ് ആയിരുന്നു. സോ വി ആർ ഔട്ട് സൈഡ് ആൻഡ് ഇറ്റ് വാസ് ഗുഡ് മാൻ. ഉള്ളിൽ 2 ടൂം സ്റ്റോൺ ഉണ്ടായിരുന്നു. ആൻഡ് അതിന്റെ ചുറ്റിനും ഇങ്ങനെ നടന്ന് വരാനായിട്ടുള്ള ആൻഡ് എല്ലാ ഡീറ്റെയിലിംഗ് എൻക്രേവിങ്സും ഒക്കെ എന്താ രസോടാ. This was the Taj Mahal experience and it was crazy bro. എൻ്റെ ഫോണിൻ്റെ ചാർജ് ചെയ്താറായി. ഞാൻ ഇനി റൂമിലെത്തിയിട്ട് ബാക്കി നിങ്ങളോട് സംസാരിക്കാം. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഞാൻ തിരിച്ച് റൂമിൽ വന്നിട്ട് അങ്ങനെ കിടന്നുറങ്ങി. എനിക്ക് നല്ല ഉറക്കം വന്നിരിക്കുകയായിരുന്നു. എനിക്ക് തന്നെ ഒരു ബോധമില്ല ഞാൻ ഇന്നലെ എപ്പോഴാണ് കിടന്നുറങ്ങിയത്. നിങ്ങളെപ്പോഴാണ് ഉറങ്ങിയത്? 12 മണി കഴിഞ്ഞാ? സ്വിമ്മിംഗ് പൂളിൽ പോയത് കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല.
ഇവര് രാത്രി വന്നിട്ട് പൂളിൽ പോയി ചില്ലാന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് തീരെ കണ്ണുറന്ന് വെക്കാൻ പറ്റിയില്ല. സോ ഞാൻ അങ്ങനെ കിടന്നുറങ്ങി. ഇന്നിപ്പോ നമ്മൾ രാവിലെ തന്നെ 7:30 ആകുമ്പോഴത്തേക്ക് ചെക്ക് ഔട്ട് ചെയ്തിട്ട് എവിടെയാ പോകുന്നത്? ആഗ്ര ഫോർട്ട് കാണാനായിട്ട് പോവാണ്. അതിനുശേഷം അവിടുന്ന് തന്നെ ഡയറക്റ്റ് ഡൽഹിയിൽ പോവും. ഡൽഹിയില് ബുർജ് ഖലീഫയാ ഡൽഹിയില് ബുർജ് ഖലീഫ കാണാം. കുത്തുബ് മിനാർ. ആർക്കും ഒരു ബോധമില്ല ഗൈസ്. അപ്പൊ നമ്മള് ഡൽഹിയിലെ ബുർജ് ഖലീഫ കണ്ടിട്ട് പിന്നെ അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് കുലു മണാലിക്ക് തിരിക്കുകയാണ്. അവിടുന്ന് കുലുവിൽ ചെല്ലും. അവിടെ റിവർ റാഫ്റ്റിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്രയും സംഭവത്തിന്റെ ഡ്രസ്സാണ് ഇന്ന് എടുത്ത് വെക്കേണ്ടത്. ആൻഡ് നമ്മൾ എമാക്സിന്റെ ഇത് അൺബോക്സ് ചെയ്തില്ല. ഇന്നലെ ഫുൾ തിരക്ക് പിടിച്ച് ഓടുകയായിരുന്നില്ലേ? ഇന്നും തിരക്ക് തന്നെയാണ്. എപ്പൊ അൺബോക്സ് ചെയ്യാൻ നോക്കട്ടെ. പറ്റുകയാണെങ്കിൽ നമുക്കിപ്പോ ഇത് രാവിലെ തന്നെ അൺബോക്സ് ചെയ്യാം. ഇല്ല വെച്ചാ സമയം കിട്ടുമ്പോ. ഓക്കെ, ഐ നീഡ് ചോക്കോസ്. നല്ല രസമുണ്ടല്ലേ ഡൈനിങ് ഏരിയ. സാർ ഇപ്പൊ ഞങ്ങൾക്കൊരു ഡീറ്റെയിൽ പറഞ്ഞു തന്നു. ഈ റൂം ഫ്ലോറ് കോൺസ്റ്റന്റ്ലി റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആ സൈഡിലായിരിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചുറ്റി അപ്പുറത്തെത്തും. നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ക്യാമറയിൽ നോട്ടീസ് ആവില്ല മിക്കവാറും. നിങ്ങൾക്ക് നോക്കട്ടെ, എങ്ങനെയെങ്കിലും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇതാ ആ ചെയർ അങ്ങനെ മെല്ലെ 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 മൂവായി പോണാണല്ലോ. നേരത്തെ ആ ചെയർ ആ മിററിന്റെ കൂടെ ആയിരുന്നില്ലേ? ഇപ്പൊ അത് നീങ്ങി അവിടെ എത്തി. ഉയരം കൂടുന്നവരും ചായയുടെ സ്വാദ് കൂടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ അവന്മാർ രാത്രി പൂളിൽ പോയിന്ന്. ഞാൻ പോയിണ്ടായിരുന്നില്ല. ദിസ് ഇസ് ദ പൂൾ. ഞങ്ങൾക്ക് ഇനിയും കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്ട് നമ്മൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യാണ്. സോ അതിനുമുമ്പ് കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. വേറെ റൂമിൽ പോയി പാക്ക് ചെയ്യാം. അയ്യോ, നമ്മൾ കയറിയ സ്ഥലത്ത് റൊട്ടേറ്റ് ചെയ്ത് ചെയർ വന്നടാ. ഇനി ഇറങ്ങണമെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. ഒന്നും വിട്ടിട്ടില്ലല്ലോ? വാഷ്റൂമിനകത്ത് ഒന്നും വിട്ടിട്ടില്ലല്ലോ? ഓക്കെ, നമ്മള് ചെക്ക് ഔട്ട് ചെയ്യാണ്. റൂം ഫുൾ കാലിയായി. നൗ വി ആർ ഗോയിങ് ടു ആഗ്ര ഫോർട്ട്. യെസ്, ഞാൻ നിങ്ങൾക്ക് പോകുന്ന വഴിയൊക്കെ കാണിച്ചു തരാം. വി ഹാവ് റീച്ച്ഡ് ആഗ്ര ഫോർട്ട്. ഇനി ഇതിനുള്ളിൽ പോകണം. ഇന്ന് ബാഗ് ചെക്കിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ എടുക്കുന്നില്ല. ഔട്ട്ഫിറ്റ് ചെക്ക്. ഷാജഹാനെ 8 വർഷം ഇവിടെ തടവിൽ വെച്ചേക്കായിരുന്നു ബൈ ഹിസ് ഓൺ സൺ ഔറംഗസീബ്. ബിക്കോസ് ഷാജഹാൻ വീണ്ടും ഒരു താജ്മഹൽ പണിയാനായിട്ടുള്ള പ്ലാനിങ്ങിലായിരുന്നു, ബ്ലാക്ക് താജ്മഹൽ. സോ അത് തടയാൻ വേണ്ടിയിട്ടാണ് ഷാജഹാൻ ഇവിടെ 8 വർഷമായിട്ട് തടവിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ദിസ് ഈസ് അങ്കൂർ ഗാർഡൻ. സോ ബേസിക്കലി ഷാജഹാന് ഗ്രേപ്പ് വൈൻ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ അങ്കൂർ മീൻസ് ഗ്രേപ്സ് ഇൻ ഹിന്ദി. സോ ഈ ഗാർഡൻ നിറച്ചും ഗ്രേപ്പ് പ്ലാന്റ് വെച്ച് നിറഞ്ഞിരിക്കുന്നതായിരുന്നു പണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് അങ്കൂർ ഗാർഡൻ അല്ലല്ലോ. ഇവിടെ നമുക്കിപ്പോ ഫോട്ടോ എടുക്കാനായിട്ട് 5 മിനിറ്റ് തന്നിട്ടുണ്ട്. ഞങ്ങൾ പോയി ഫോട്ടോ എടുക്കട്ടെ. ഗൈസ്, ഗസ് ഹൂ ഐ സോ ഹിയർ? പ്രിറ്റൻഷ്യസ് എനിമി. നിങ്ങൾ വാലോ സ്ട്രീം കാണുകയാണെങ്കിൽ ഇവനെ അറിയാം. ദിസ് ഇസ് കാർത്തിക്. എന്റെ PC ബിൽഡ് ചെയ്യാൻ വന്ന കാർത്തിക് അത് തന്നെ. ദിസ് ഈസ് ഗോപിക. ഗോപിക, ഹായ്. ഹായ് ടു ദ വ്ളോഗ്. And this is JK. നമ്മുടെ വൺ ആൻഡ് ഓൺലി JK AKA. അവന്റെ ഗെയിം നെയിം പറയാൻ പറ്റില്ല, ഞങ്ങൾ അറസ്റ്റ് ആവും. ഇവൻ എക്സ് ഡീസൽ എഞ്ചിൻ. ഇവനാണ് ഡീസൽ എഞ്ചിൻ നമ്മുടെ വാല്യൂയില്. ഞാൻ കണ്ണാടിയൊക്കെ വെച്ച് കൂളായി ഗൈസ്. കണ്ണിൽ നല്ല വെയിലടിക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് മേളിൽ കയറിയിട്ട് താജ്മഹലിന്റെ ഒരു വ്യൂ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. യെസ്, ഹാഷിമിന്റെ സിംഗിൾ ഷോട്ട് വേണമെന്ന് പറയുന്നു ഗൈസ്. ഹാഷിക സേ ഹൈ ടു ദ വ്ളോഗ്. ഈ പൂക്കി ഞാൻ ഏതൊക്കെയോ വഴികളിൽ കൂടെ സഞ്ചരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഒരു സ്റ്റെപ്പ് ഒക്കെ ഉണ്ട്, കയറി നോക്കാം. ഇവിടുന്ന് അവിടെ താജ്മഹലിന്റെ വ്യൂ ഒക്കെ ഉണ്ട്. വിളിച്ചോ വിളിച്ചോ. വരുൺ, ഇങ്ങട് വാ, നേരെ വാ.
സോ വിത്ത് ദാറ്റ് നമ്മുടെ റെഡ് ഫോർട്ട് വ്ളോഗും കഴിയാണ്. ഇനി നമ്മൾ നേരെ ഡൽഹിയിൽ പോവാണ് ടു സീ ദ ബുർജ് ഖലീഫ. ഡൽഹിയിലെ ബുർജ് ഖലീഫ കാണാൻ. അതിന് മുമ്പ് നമുക്ക് ലഞ്ച് കഴിക്കണം. അതിനെ എവിടുന്നാന്ന് നോക്കാം. ഡൽഹി എത്താനായിട്ട് ഇനിയും കുറച്ച് സമയം കൊണ്ട് എടുക്കും. സോ ഞങ്ങൾ ഇടയ്ക്ക് വെച്ചൊരു പബ്ലിക് വാഷ്റൂമിൽ നിർത്തിയതാണ്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി നീറ്റ് ബ്രോ. ആദ്യമായിട്ട് ഞാനൊരു പബ്ലിക് ബെല്ലടിക്കണം. ആദ്യമായിട്ട് ഞാനൊരു പബ്ലിക് വാഷ്റൂം ഇത്ര നീറ്റായിട്ട് കാണുന്നത്. ഞാൻ വിചാരിക്കാം റെഡ് ബുൾ വാങ്ങിച്ചാലോ എന്ന് ഫസ്റ്റ് ടൈം. ഞാൻ എന്താ റെഡ് ബുൾ കുടിച്ചിട്ടില്ല. ലെറ്റ്സ് ട്രൈ റെഡ് ബുൾ ഗൈസ്. ബ്രോ റെഡ് ബുള്ളിൻ്റെ പ്രൈസ് നോക്ക്. ഓക്കെ, ഞാൻ റെഡ് ബുൾ വാങ്ങിച്ചില്ല ഗൈസ്. ബിക്കോസ് വാങ്ങിക്കാൻ പോയപ്പോൾ മരുന്നിൻ്റെ ടേസ്റ്റാണെന്ന് പറഞ്ഞു. ലിറ്ററലി ടോണിക്കിൻ്റെ ടേസ്റ്റാണെന്ന് പറഞ്ഞു. ഞാൻ തന്നെ വെറുതെ 125 രൂപ കൊടുത്ത് ടോണിക് വാങ്ങിക്കുന്നത്. സോ വി അവോയ്ഡഡ് ഇറ്റ്. യെസ്, നമ്മൾ ലേസും കുർക്കുറയും മാത്രം വാങ്ങിച്ചു. നമ്മളിവിടെ ഒരു ഹരിയാന ഢാബയിൽ ഡിന്നർ കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് നമ്മുടെ സ്വന്തം ശ്രീകുമാർ സാർ. നമ്മൾ സ്നേഹത്തോടെ ശ്രീകു സാർ എന്ന് വിളിക്കും. ആയി പറഞ്ഞു ബ്ലോഗിന്. ഇവിടെ ഞാനില്ലേ ഢാബ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്ര സെറ്റപ്പ് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഓൾസോ നാളെ നമ്മുടെ 100K കംപ്ലീറ്റ് ആവും. സോ അതിന് വേണ്ടി ചെറിയ എന്തെങ്കിലും സെലിബ്രേഷൻ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പാർട്ടി പോപ്പറോ ചോക്ലേറ്റ്സോ വല്ലതും ഇവിടെ വാങ്ങിക്കാൻ കിട്ടുമോ നോക്കാം. ദിസ് ഈസ് നോട്ട് വാട്ട് ഐ എക്സ്പെക്ടഡ് വെൻ ഐ ഹേർഡ് ധാബ. നമ്മളെല്ലാവരും കൂടെ ആ DJ പാർട്ടിക്ക് പോകാൻ പോവാണ്. ലെറ്റ്സ് ഗോ. യോ, ഇന്നലത്തെ DJ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് കയറി കിടന്ന് ഒറ്റ ഉറക്കമായിരുന്നു. ആൻഡ് നമ്മളിപ്പോൾ മലകളുടെ ഇടയ്ക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ബട്ട് ആക്ച്വലി കുളു എത്തിയിട്ടില്ല. കുളു എത്താൻ ഇനിയും 3-4 മണിക്കൂർ. ഏട്ടാ ഇനി എത്ര സമയം എടുക്കും? ഒരു 1 hour മതി. ഇനി 1 hour കൂടെ എടുക്കുന്ന പറഞ്ഞ് കുളു എത്താനായിട്ട്. കുളു എത്തിയിട്ടാണ് നമ്മൾ റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് എത്ര പേരുണ്ടെന്ന് കൗണ്ട് എടുക്കാനാണ് ഇപ്പോൾ പറഞ്ഞത്. അതിനനുസരിച്ച് നമുക്ക് ഡ്രസ്സൊക്കെ ഒപ്പിക്കണം. ഞാൻ നിങ്ങൾക്കൊരു റിവർ കാണിച്ചിട്ടാ ബാക്കിൽ. കാണുന്നുണ്ടോ? ഗ്രീൻ. ഇവിടുത്തെ ലേക്ക് ഫുൾ ഗ്രീൻ കളറാടാ. ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടത്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ദിസ് ഈസ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് സാൻഡ്വിച്ച്, പൂരി, കറി ആൻഡ് ബോയിൽഡ് എഗ്. ഗൈസ് മഞ്ഞ്. റിവർ റാഫ്റ്റിംഗിന്റെ സ്ഥലത്തെത്തി. പക്ഷേ എനിക്ക് മൊബൈൽ കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ ചെന്ന് അവർ വീഡിയോ എടുത്ത് തരാമെന്ന് വിചാരിക്കുന്നു. എക്സ്ട്രാ പേ ചെയ്താൽ മതിയായിരിക്കും. സോ ഞാൻ ഇനി അവരുടെ വീഡിയോ പ്ലേ ചെയ്യാം. Okay, everyone, get down.
Okay, come back. Okay. अपना सेल्फी शूट करना है. സെൽഫി എടുക്കണേ. Yo guys. റാഫ്റ്റിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴത്തേക്ക് 100K ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. This is why you should visit Manali once in your life. See that. Subscribe to Keja Taco and thank you for 100K. कैसा रहा राफ्टिंग? How was your rafting trip? बहुत बढ़िया. Enjoy. Must visit, must try. Bro, that was the craziest experience of my life. Totally worth it. ആ ഫുട്ടേജസിന് എനിക്ക് 1500 പേ ചെയ്യേണ്ടി വന്നു. ബട്ട് ഇറ്റ് വാസ് വർത്ത് ഇറ്റ് മാൻ. ഞാൻ സബ്സ്ക്രൈബർ കൗണ്ട് ചെക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. 99, 334, 700 more. Baru, he survived bro. എങ്ങനെയുണ്ട്? എന്താ പറയല്ലേ? പക്ഷെ തണുപ്പ് സാധാരണത്തേക്കാളും കുറവാണെന്ന് പറയും. നമ്മള് രക്ഷപ്പെട്ടു. ഞങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാം. Look at that guys. This is the lunch. Fried rice, chili chicken, പായസം and raita. എങ്ങനെയുണ്ടായിരുന്നു റിവർ റാഫ്റ്റിംഗ്? അടിപൊളി. ചാടിയോ നീ? വെള്ളത്തിൽ ചാടിയാ? ഇല്ല, പോളോ ചാടി. ചാടിയാ? ഓ ചത്തില്ല. ഗൈസ്, നമ്മുടെ ഫസ്റ്റ് സ്നോഫോൾ. നല്ല രസമുണ്ട് ഗൈസ്. വണ്ടി ട്രാഫിക്കില് ബ്ലോക്കായി. ഇവിടെ ഫുൾ നല്ല മഞ്ഞ്. ഞങ്ങൾ ഇനി 1 കിലോമീറ്റർ ഇറങ്ങി നടക്കണം എന്നാ പറയുന്നത്. സീരിയസ് പറയാ. വണ്ടി കേറുന്നില്ല. വണ്ടി ഇങ്ങനെ കറങ്ങാ, വീലിങ്ങനെ കറങ്ങാണത്. കാണിച്ചു തരാം നിങ്ങക്ക് വെളിയിലത്തെ അവസ്ഥ. ബ്രോ നോക്കിത്, നിങ്ങക്ക് കാണുന്നുണ്ടോ ഫ്രണ്ടില്? നമ്മളെ 9 പേരെയും വഴിയുടെ ഇടയ്ക്ക് വെച്ച് ഇറക്കി വിട്ടിരിക്കുകയാണ് വണ്ടിയിൽ നിന്ന്. ആൻഡ് ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ റിസോർട്ടിലേക്ക് 1.5 കിലോമീറ്റർ ഉണ്ട്. ഈ ഇത്രയും മഞ്ഞിൽ കൂടെ ഞങ്ങൾക്ക് 1.5 കിലോമീറ്റർ എന്തായാലും നടക്കാൻ പറ്റില്ല. എത്ര എന്താ വെരി വെരി കോൾഡ്. അമ്മേ ഞങ്ങള് നല്ല ടെൻഷനായി. സത്യം പറഞ്ഞ നല്ല ടെൻഷനായി. ഈ 1.5 കിലോമീറ്റർ ഈ തണുപ്പത്ത് ഈ മഞ്ഞിൽ കൂടെ നടക്കാനുള്ള ഞങ്ങളുടെ കയ്യിൽ ബൂട്ട്സും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഞങ്ങള് ടൂർ ഗൈഡിനൊക്കെ വിളിച്ച് ടീച്ചേഴ്സിനൊക്കെ വിളിച്ച് ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവര് വരാൻ നോക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് എങ്ങനെയെങ്കിലും ഇവിടെ അത്രയും നേരം നിക്കണം. അവിടെ നമുക്ക് മറ്റേ കടയിലേക്ക് പോകാം. അവിടെ എന്തെങ്കിലും ചൂട് കിട്ടുമോ നോക്കാം. ഇന്നത്തെ ദിവസം ഞാൻ മറക്കില്ല കേട്ടാ. ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ക്രേസിയസ്റ്റ് 100K വീഡിയോ എവർ ബ്രോ. 99,973 27 സബ്സ്ക്രൈബേഴ്സ് കൂടെ ആഡ് 100K. നീ ഒന്ന് മഞ്ഞർത്തി കളിക്കാണോ എന്റെ വീട്ടില്? എനിക്കൊന്നും വേണ്ട. ബാക്ക്ഗ്രൗണ്ട് നോക്ക് നിങ്ങൾ. ഇത്ര ഹെവി പത്തലിപ്പുൾ ഡ്രോപ്പോ? എന്താ പറയുന്നത്? അവിടെയാണ് നമ്മൾ വന്ന വഴിയാ. ഇവിടെ നിക്കാം. ഇവിടെ ഒരു കടയുണ്ട് ഗൈസ്. ഇവിടെ കയറി നിക്കാം. നോക്കി കണ്ടൊക്കെ ഓടിപ്പോടെ. हमें बीच में छोड़ दिए. हाँ, गाड़ी वाला ने छोड़ दिया. वो ने ऊपर नहीं जाएगा. जाने के लिए 10,000 पूछ रहा था. Look at that. ആക്ച്വലി രസമുണ്ട്. നിങ്ങൾ പോയി നിന്നോ, ഫോട്ടോ ഒക്കെ എടുക്കാം. നീ വീഡിയോ നിക്ക്. പകുതി വഴിയിൽ വിട്ട നമ്മള്. ബട്ട് ബീച്ചില്ലേ ഗൈസ്. ഇന്നെന്റെ ബക്കറ്റ് ലിസ്റ്റിലെ
2 സാധനങ്ങൾ ഫുൾഫിൽ ആവാൻ പോവാണ്. 1 റീച്ച് മണാലി ആൻഡ് 2 100K. 1 more 999 ആൻഡ് ഞങ്ങള് പകുതി വഴിയിൽ വെച്ചിട്ട് 1 more left. Come on guys, സബ്സ്ക്രൈബ് ചെയ്യ്. നിങ്ങളാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യ്. दीदी को बुलाऊंगा सब्सक्राइब करने के लिए. Okay guys, നമുക്ക് ഒരാളും കൂടെ കിട്ടി നമുക്ക് 1 lakh ആവും. നമ്മൾ ഏത് നിമിഷം oh my god, I am 100K guys. दीदी के साथ 100K. आपका नाम? निशा. निशा. दीदी के चाय के साथ हम सेलिब्रेट करने वाले 100K. നമ്മള് ഇവിടുന്ന് തൽക്കാലത്തേക്ക് ലോട്ടി ചോക്കോപ്പയും ചായയും വെച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഞങ്ങൾ ഇത്ര നേരം അരമണിക്കൂർ നിന്നു ഇവിടെ. എന്നിട്ട് ഞങ്ങൾ വേറൊരു കോളേജിലെ പിള്ളേരെ കണ്ടിട്ട് ഇതാ പോന്ന്. അവര് മലപ്പുറംകാരാ. അവര് 18-20 പേരെ അവരെ ഇറക്കി വിട്ട്. അവര് നടക്ക 3 കിലോമീറ്റർ നടക്കുക അവര്. എന്താവും ഞങ്ങൾ ഒരേ ഹോട്ടലിലാ സ്റ്റേ. പക്ഷെ ഞങ്ങളിനി ഒരു ട്രാവലർ താഴ്ന്ന് വരുന്നുണ്ട്. അവര് ടയറിൽ ചെയിൻ കെട്ടിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ അതിനു വേണ്ടി ഇപ്പൊ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നടന്നു കഴിഞ്ഞാൽ ചിലപ്പോ പണി വാളും. എന്ത് മഞ്ഞാ നോക്കണോ. നമ്മൾ നേരത്തെ സ്ഥലത്തിന് നേരത്തെ ഞങ്ങൾ വന്ന സ്ഥലത്ത് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവിടെ ചവിട്ടുമ്പോ താന്നു പോവാ. ഗൈസ് നമ്മൾ രക്ഷപ്പെട്ടു. ട്രാവലർ വന്നു. ഞങ്ങള് ഹോട്ടലിലെത്തി. ബട്ട് ഇതവിടെ അങ്ങ് മേളിലാണ്. നീ വലിയ ഞങ്ങളുടെ വഴുക്കുന്ന ഷൂ ഇട്ടിട്ട് ഈ കയറ്റം കാരണം ഇത് ലിറ്ററലി ഹൈക്കിംഗ് ചെയ്യണ പോലെ ഉണ്ടോ. എത്രയായി? ശബരിമല കയറുന്നവരുണ്ട്. നീ ശബരിമല കയറിണ്ടോ? ആ മിസ് ഹലോ. നല്ല കളിക്കണ്ടേ എല്ലാരും നോക്കിട്ട് വിശാൽ ജോ. ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. കഴിഞ്ഞ സ്റ്റേ ചെയ്ത റൂമിന്റെ അതേ സൈസൊക്കെ തന്നെ. ഞങ്ങൾ വീണ്ടും 4 പേര് തന്നെയാണ് റൂമില്. ആൻഡ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി വെളിയില് സ്നോയിൽ കളിക്കാനാണ് എല്ലാവരും പോയിരിക്കുന്നത്. സോ എനിക്ക് ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഫോൺ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ 1-2 ഷോട്ട്സ് എടുത്ത് വെക്കാനായിട്ട് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ ആൻഡ് പ്ലേ ഇൻ ദ സ്നോ. ഇഷ്ടംപോലെ സ്നോ കണ്ടു വരുന്ന വഴിക്ക്. ഇനി എന്ത് സ്നോ? അതായിരുന്നു സ്നോ. ഇനി അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് മാത്രം. Yo bees, good morning. It's a day in Manali. നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ എത്തി. ആൻഡ് വിഷ്ണു രാവിലെ തന്നെ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങളെ ഫ്ലാഷ് ബാക്ക് അടിച്ച് എണീപ്പിക്കുകയാണ്. സോ നമുക്ക് അവൻ എന്തായി നോക്കുന്നതെന്ന് നോക്കാം. യെസ്, ഓ മൈ ഗോഡ്, എന്താ വ്യൂ ആടാ അത്. Oh, this is simply breathtaking. അത് നോക്ക് ആ സൈഡിക്ക്. എടാ ശരിക്കും എന്തോ സിനിമ കാണുന്ന പോലെ ഇട്ടടാ. ഒക്കെ ആ റൂഫിലൊക്കെ സ്നോ കിടക്കുന്നുണ്ടോ? ഇതൊക്കെ ഞാൻ വീഡിയോസില് മൂവീസില് മാത്രമേ കണ്ടുള്ളൂ. ആദ്യമായിട്ടാണ് റിയൽ ലൈഫിൽ കാണുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ മരങ്ങളിൽ സ്നോ മൂടി കിടക്കുന്നില്ലേ, അത് കാണാനാണ്. അവനിപ്പോ ഞങ്ങളുടെ വന്ന് വ്യൂ കണ്ടതാ. എന്നിട്ട് അങ്ങനെ വീട്ടിൽ പോയി സ്വിച്ച് ഓഫ് ആയ പോലെ കിടന്നുറങ്ങി. റൂം മൊത്തം ഒരു കോലത്തിലാണ് ഗൈസ്. കാരണം ഞങ്ങൾ ഇന്നലെ അത്രയും മഞ്ഞിലല്ലേ വന്നത്. ആ ഞങ്ങളുടെ സ്വെറ്റേഴ്സും ജാക്കറ്റ്സും എല്ലാം തന്നെ ഞങ്ങൾ ഹീറ്റർ വെച്ച് ഉണക്കാൻ നോക്കുകയാണ്. അതിന് വേറൊരു വഴിയും കാണുന്നില്ല. വിഷ്ണുവിന് ഒരു എസ്തറ്റിക് ഷോട്ട് എടുക്കട്ടെ ഇവിടെ നിന്ന്. ഗൈസ് നമുക്ക് വിഷ്ണുവിന്റെ ബാൽക്കണി റിയാക്ഷൻ എടുക്കാം. തുറക്ക്.
എന്ത് വ്യൂ ആടാ ഇത്. യെസ്, അവന് ഫോട്ടോ എടുത്തെടുക്കോ? അവന് ഫോട്ടോ എടുത്തെടുക്കോ? ഗൈസ് ദിസ് ഇസ് വിജി. വിജീനെ ആരും ഇന്നലെ അടിച്ചു മഞ്ഞ് വെച്ചിട്ട്. സോ നമ്മൾ ഇന്ന് റിവെഞ്ച് എടുക്കാൻ പോവാണ് വേറെ കോളേജിലെ പിള്ളേരോ. കണ്ടുപിടിച്ചാ വിജി? നീ കാണിച്ചാ? ഫസ്റ്റ് അടി നീ അടിക്കും, ബാക്കി നമ്മള്. വിജയുണ്ട്, പിന്നെ നമുക്ക് ആൾബലം കൂടെ നിവേദിയായിട്ട് വെച്ചിട്ടില്ലേ? നമുക്കിന്ന് റിവെഞ്ച് എടുക്കാനുള്ളതാണ് ഗൈസ്. വിഷ്ണു കമോൺ. ഹായ് ബബു. ഗൈസ് ദിസ് ഇസ് സ്വാതി and this is Kili. Vismaya. And this is Sandrima. What a wonderful experience. We're very excited to step into the snow. Yeah. Okay. Talirate. This is Dora and our little snowman വന്നിട്ടുണ്ട്. നമുക്ക് snowman നെ കാണാൻ പോവാം. Yes. എനിക്ക് snowman കാണണം. Guys. ഹായ്, എന്ത് ക്യൂട്ട് സ്നോമാൻ ആണ് ഇതൊക്കെ. ഈ സ്നോമാനോട് സെൽഫി വേണം. യോ ബ്രോ, വാട്സ് അപ്പ്? ദിസ് ഈസ് മഹിമ. മഹിമ വ്ളോഗിൽ ഇതുവരെ വന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു. സോ സേ ഹൈ ടു ദ വ്ളോഗ്. ഇന്ന് ഞങ്ങൾക്ക് വേറെ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞു നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോവാന്ന്. സോ ഞങ്ങൾ ഇവിടുന്ന് 4 കിലോമീറ്റർ ദൂരെ ഹഡിംബ ടെമ്പിളിൽ പോവാണ്. ഇന്ന് അവിടെ വണ്ടിയൊന്നും പോകില്ല എന്ന് പറഞ്ഞു. സോ ആൾക്കാരും കുറവായിരിക്കും, നല്ല കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ കിട്ടും. ഇവിടെ നിന്ന് ഈ മുകളിലോട്ടുള്ള കുത്തനെ കയറ്റം കയറിയ ഒരു 3 കിലോമീറ്റർ ഐ തിങ്ക്. ഈ കാണുന്നതാണ് മണാലിയിലെ ബസ് സ്റ്റോപ്പ്. ടെമ്പിളിൽ പോകാനായിട്ട് ഇനി ഇവിടുന്ന് സ്റ്റെപ്പ് കയറുകയാണെങ്കിൽ 10 മിനിറ്റ് എടുക്കും, ഇവിടുന്ന് പോകണമെങ്കിൽ 20 മിനിറ്റ് എടുക്കും. പക്ഷേ ഇത് കുറച്ച് ലോങ് ആണ്. ഞങ്ങൾ ഇനി ഇത്രയും പേരുള്ളതുകൊണ്ട് റിസ്ക് എടുക്കണ്ട, ഈ വഴി തന്നെ പോകാമെന്ന് വിചാരിക്കുക. സമയമില്ല, ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു എത്തണം. ആഫ്റ്റർ 4 കിലോമീറ്റേഴ്സ് ഓഫ് ട്രെക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അയ്യോ, കാലൊക്കെ മരവിച്ച് പകുതി വഴി നിന്ന് ഷൂ ഒക്കെ ഊരി ചൂടാക്കേണ്ടിയൊക്കെ വന്ന്. ബട്ട് വി ഹാവ് റീച്ച്. ഇനി എനിക്ക് 2-3 നല്ല വീഡിയോസ് എടുക്കണം. ഇത്രയും കഷ്ടപ്പെട്ട അതിന് വേണ്ടിട്ടാ. ദിസ് ഇസ് ദയാദാസ്. ഇവര് നേരത്തെ എത്തി. ഇന്ന് വണ്ടിയൊന്നും പോകത്തോണ്ട് ആളില്ലാന്ന് വിചാരിച്ചിരുന്നതാ. ബട്ട് എത്രത്തോളം ആൾക്കാരുടെ ഇവിടെ. ഒരു വീഡിയോ എടുക്കാനായിട്ട് എത്ര സമയം എടുത്തെന്ന് അറിയാം. അവര് സ്കീ ബോർഡിങ് ഒക്കെ ചെയ്യണു. കൊള്ളാലോ. നമ്മളിപ്പോൾ ഗേൾസ് എല്ലാവരും മറ്റേ ട്രഡീഷണൽ ഡ്രസ്സ് ഇടാനായിട്ട് പോയി. പിന്നെ അവരെ കണ്ടുപിടിക്കണം അവരെവിടെയാണെന്ന്. ഇവിടുന്ന് ഇങ്ങനെ കയറി പോകാൻ പറ്റും തോന്നണു. നോക്കട്ടെ, വാ. ഗൈസ് ഗൈസ് ഗൈസ്, ഇതാര്? ഏതോ ഫോട്ടോ എടുത്തുതരാം. ടെമ്പിളിൽ നിന്ന് ഇറങ്ങി ഇനി ഫുൾ ഡൗൺ ഹിൽ ട്രക്കാണ്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചെത്തണ സമയമായി. സോ എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റും തോന്നുന്നില്ല. ഇനി നമുക്ക് താഴെ റൂമിൽ എത്തിയിട്ട് കാണാം. ആൻഡ് ഇവിടെ നിന്ന് മാഗി വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ one plate is 100 rupees man. ആൻഡ് ഓൾസോ നമുക്ക് സമയമില്ല. സോ ലെറ്റ്സ് ഗോ. യോ, ഫ്ലാഷ് ലൈറ്റിലാണ്, എനിക്ക് നോക്കാൻ പറ്റില്ല. ബട്ട് ഞങ്ങളിപ്പോൾ കസോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഞങ്ങളുടെ വണ്ടി സ്കിഡായി. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ബട്ട് ഞങ്ങളുടെ ബസ്സിൻ്റെ ഒരു ടയർ റോഡിൽ നിന്ന് പുറത്ത് പോയി. ഇപ്പം 3 ടയർ മാത്രമേ റോഡിലുള്ളൂ. എത്ര റേസ് ചെയ്തിട്ടും വണ്ടി പോകുന്നില്ല. ഞങ്ങളെല്ലാവരും ഇറങ്ങി റോഡിൽ നിൽക്കുകയാണ്. ഗേൾസും എല്ലാവരും ഉണ്ട്, ബോയ്സും ഉണ്ട്. ഞങ്ങൾ ബാക്കി 2 ബസ്സുകൾ മുകളിൽ എത്തി, കസോളിലെത്തി, ക്യാമ്പിലെത്തി. അവരവിടെ നിന്ന് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഇനി ഒരു 10 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ റോഡിൻ്റെ അവസ്ഥ വെച്ചിട്ട് കുറച്ച് നല്ല സമയം എടുക്കും. ഏതാ ട്രിപ്പില്ല ഗൈസ്, 100K സ്പെഷ്യൽ ട്രിപ്പ്. ഇന്നലെ രാത്രിത്തെ ഒരു 1.5 സംഭവമായി പോയി. ദേവോ, മറക്കാൻ പറ്റുമോ? അയ്യോ, ബസ്സിന്റെ ലിറ്ററലി ഒരു വീല് റോഡില് പുറത്തു പോയി. ദൈവം കാത്തു, അത്ര തന്നെ. പിന്നെ അതിനുശേഷം ഞങ്ങളുടെ ബാക്കി 2 ബസ്സുകൾ
ഓൾറെഡി ക്യാമ്പ് സൈറ്റിലെത്തി. പിന്നെ അവർ അവിടുന്ന് തിരിച്ചു വന്ന് 1 മണിക്കൂറാണ് 1 വേ. അവർ തിരിച്ചു വന്ന് പിന്നെ ഞങ്ങൾ ഗേൾസിനെ എല്ലാവരും കയറ്റി വിട്ടു. 39 പേര്. അയ്യോ ബാറ്ററി ലോയാ. ഇപ്പോൾ 20% ഉണ്ടായിരുന്നല്ലോ. തണുപ്പത്ത് ബാറ്ററി ഒന്നും നിൽക്കുന്നില്ല ഫോണിൻ്റെ. എനിക്ക് ഇനി വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ പോയി അറിയില്ല. ആൻഡ് ഞങ്ങൾ ബോയ്സ് 11 പേര് അവിടെ 4 മണിക്കൂർ എന്തോ നിന്നു റോഡ് സൈഡിൽ. ഒരു ചെറിയ ക്യാമ്പ്, ചെറിയ ബോൺ ഫയർ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഞങ്ങൾ സർവൈവ് ചെയ്തത്. 6 മണിയായി ഇവിടെ തിരിച്ചെത്തിയപ്പോഴത്തേക്ക്. ആൻഡ് ഞങ്ങൾ ഇതുപോലത്തെ ഒരു ടെൻറ്റിലാണ് ഇന്ന് സ്റ്റേ ചെയ്യണേ. ആൻഡ് ഞാൻ നിങ്ങൾക്ക് പുറത്ത് കാണിച്ചു തരാം. ഇവിടുന്ന് ഞങ്ങൾ ഇനി ഗ്രഹൺ ട്രെക്കിലേക്ക് പോവാണ്. അത് 8 കിലോമീറ്റർ ഉണ്ട്, പക്ഷേ 7 കിലോമീറ്റർ വണ്ടി പോകും, 1 കിലോമീറ്റർ ട്രെക്കുള്ളൂ. ഞാൻ ഫോണിൽ ചാർജ് ഉണ്ടെങ്കിൽ മാക്സിമം വ്ളോഗ് ചെയ്യാൻ നോക്കാം. ഞാൻ ഇവിടെ നിങ്ങൾക്ക് ക്യാമ്പ് സൈറ്റ് കാണിച്ചു തരാം. ദിസ് ഇസ് ദ ക്യാമ്പ് സൈറ്റ്. ഇങ്ങനെ ഓരോരോ ടെൻറ്റിൽ, ഈ ടെൻറ്റുകളിലൊക്കെ ആക്ച്വലി ബെഡ് ഉണ്ട്. ഞങ്ങളുടെ മാത്രം ബെഡ് ഉണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാം താഴെ എന്ത് തണുപ്പായിരുന്നെന്നറിയോ ബ്ലാങ്കറ്റ്. ആ സൈഡിലാണ് ക്യാമ്പ് ഫയർ ആയിട്ടുള്ളത്. പിന്നെ അതപ്പുറത്ത് റിവർ, ബിയാസ് റിവർ ഒഴുകുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ വേഗം ഇനി ഗ്രഹൺ ട്രെക്കിലേക്ക് ഇറങ്ങട്ടെ. അത് നോക്കടാ മോനെ. We are all set for the ഗ്രഹൺ ട്രെക്ക്. ഞങ്ങൾ മറ്റേ എന്താ ബൂട്ട്സ് ഒക്കെ പുതിയത് വാങ്ങിച്ചു ഇവിടുന്ന്. ആൻഡ് ഇനി നാളത്തേക്ക് റേഞ്ച് ഒന്നും കിട്ടില്ല, മൊബൈലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ 1 കിലോമീറ്റർ സ്റ്റീപ്പ് ട്രെക്കാണുള്ളത്. ബാക്കി വഴി വണ്ടിയിൽ പോവാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ 1.5 കിലോമീറ്റർ ട്രെക്ക് ഉണ്ട്. ആർ യു ഗൈസ് എക്സൈറ്റഡ്? നല്ല എക്സൈറ്റ്മെന്റ് കിട്ടാ. സ്വാതി, നമ്മള് ഈ വണ്ടിയിലാണ് പോകാൻ പോണേ. അതുപോലെ ഓ വിഷ്ണു കമാൻഡോ. ഓ ഏതാ നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് വണ്ടി തിരിച്ചു പോയടാ. ഇനി ഇവിടുന്ന് 4 കിലോമീറ്റർ ട്രക്ക് ഉണ്ട്. ഉള്ള പൈപ്പും സംഭവങ്ങളെല്ലാം പൊട്ടിക്കിടക്കുക. അതുവരെ നമുക്കൊരു ലെജൻഡറി സ്റ്റിക്ക് പുള്ള് ചെയ്യണ്ടേ. ഞാൻ എൻ്റെ ഗ്രൂപ്പിന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അവരെത്തി. ഞാനൊരു വെൽക്കം ഗിഫ്റ്റ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് അവർക്ക്. ഇനി ആരിനെ അറിയണമെന്ന് മാത്രം നോക്കിയാൽ മതി. ഹാഷിനെ അറിയാം, കൊള്ളോ നോക്കാം. ഹാഷി സംതിങ്. ലാസ്റ്റ് ഫേസ് എത്തി. ഇനി 400 മീറ്ററും കൂടെ കുത്തനുള്ള കയറ്റമാണ്. യെസ്, കാണിച്ചാ ദോ വീടുകള്. Come on, ലാസ്റ്റ് പാർട്ട്. എടാ ഞങ്ങള് വിചാരിച്ച് ഇതാണ് കുത്തനെ കയറ്റുന്നത്. ഇതേ എന്നെ കൊണ്ട് വയ്യ. അഞ്ച് വേണോ? ഗൈസ്, ദിസ് ഇസ് സിനാൻ. നമ്മൾ ട്രക്കിൽ പരിചയപ്പെട്ടതാണ്. ഏത് കോളേജാ? വയനാട്. വയനാട് വായോ. എത്തി ഗൈസ്, എത്തി. അതാ ആ വളവ്. ആൻഡ് വി ആർ അറ്റ് ദ ടോപ്പ്. നമ്മള് വഴി തെറ്റിന്ന് അതൊന്ന്. അയ്യോ, ഇനി തിരിച്ച് ഇറങ്ങാൻ മാത്രം പറയല്ലേ. അവിടെ ഒരു ഷെഡ് ഉണ്ട്, അതിനകത്ത് കയറി ഇരുന്നാലോ? കുറച്ച് നേരം എന്തായാലും ഇരിക്കാം. ഞങ്ങൾക്ക് വഴി കിട്ടി ഗൈസ്. ഇതിൻ്റെ സൈഡിൽ കൂടെ അപ്പുറത്ത് സൈഡിൽ നോക്ക് കുഴി. റിസ്കി. എത്തി ഗൈസ്. ഇവിടെ എവിടെയാണ് ഹോട്ടൽ? ഇനി അത് കണ്ടുപിടിക്കണം. യെസ്, എനിക്ക് മാഗി വേണം.
ആൻഡ് വിത്ത് ദാറ്റ് വി റീച്ച് ദ പീക്ക്. അവിടെ ഗ്രൗണ്ടിൽ ടോപ്പിൽ എത്തി കഴിഞ്ഞിട്ട് എനിക്ക് ഫോൺ ചാർജ് ചെയ്യാനായിട്ട് അവിടെ കറണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ എനിക്ക് വ്ളോഗ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആൻഡ് ഫോർ സം റീസൺ തണുപ്പത്ത് ഫോണിന്റെ ചാർജ് എത്ര പെട്ടെന്നാ പറയുന്നതെന്ന് അറിയോ? ഞാൻ ക്യാമറ ഒരു സെക്കൻഡിന് വേണ്ടിയിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 20%ലേക്ക് 5%ലേക്ക് ഡും എന്ന് പറഞ്ഞിട്ടാണ് ചാർജ് പറയുന്നത്. ആൻഡ് അന്നത്തെ രാത്രി അവിടെ സ്റ്റേ ആയിരുന്നു. ആൻഡ് അടുത്ത ദിവസം തന്നെ നമ്മൾ താഴേക്ക് തിരിച്ചു. ആൻഡ് കസോളിൽ താഴെ ടെന്റ് സ്റ്റേ ഉണ്ടായിരുന്നില്ല, അവിടേക്ക് എത്തി. ആൻഡ് അന്ന് രാത്രി അവിടെ ഒരു ചെറിയ DJ പാർട്ടി ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഫോർ മൈ സർപ്രൈസ് നമ്മുടെ ടൂർ പാക്കേജുകാര് എന്റെ 100K സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയ കേക്ക് കട്ടിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് തന്നു. ഐ വാസ് സോ ഹാപ്പി. അതിന്റെ ചെറിയൊരു ഫുട്ടേജ് ഉണ്ട് എന്റെ ഫ്രണ്ടിന്റെ ഫോണിൽ, അവൻ എടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് ഞാൻ പ്ലേ ചെയ്ത് തരാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഡൽഹിയിലേക്ക് തിരിച്ചു. ഡൽഹിയിൽ ലാസ്റ്റ് ഡേ ആയിരുന്നു ഞങ്ങളുടെ ഇൻഡസ്ട്രി വിസിറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ആഷ്ടെക് ഇൻഡസ്ട്രീസ് വിസിറ്റ് ചെയ്തു. അവർ നന്നായിട്ടാണ് ഞങ്ങൾ എല്ലാവരെയും വെൽക്കം ചെയ്തത്. ആൻഡ് ഇൻഡസ്ട്രി വിസിറ്റിന് ശേഷം ഞങ്ങൾ അവിടെ ഡൽഹിയിൽ സരോജിനി മാർക്കറ്റിൽ പോയി അവിടെ വില കുറഞ്ഞൊക്കെ കിട്ടുന്നതാണ് കേട്ടത്. ബട്ട് ഒരു വില കുറവില്ല. അവിടെ ബാർഗെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയുമെങ്കിൽ റേറ്റ് കുറഞ്ഞ് കിട്ടുമായിരിക്കും. പക്ഷെ ബാർഗെയിനിങ് എന്ന് പറഞ്ഞ സ്കിൽ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും റേറ്റ് കുറഞ്ഞ് കിട്ടിയില്ല. കുറെ ആനിമേ പ്രൊഡക്ട്സ് ഒക്കെ കണ്ടു. ഞാൻ അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. എനിക്ക് അതിൽ ഇനോസ്കയുടെ ഒരു ആക്ഷൻ ഫിഗറിൻ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ കുറെ ചോദിച്ചു. പക്ഷെ അയാൾ ഓൺലൈൻ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടുന്നതിനെ കാട്ടി റേറ്റ് അയാൾ പറഞ്ഞു. പിന്നെ എന്തിനാ ഞാൻ അവിടുന്ന് വാങ്ങിച്ച അതിനെ പെട്ടിയിൽ വെച്ച് ഇവിടം വരെ കൊണ്ടുവന്ന് ഇത്രയൊക്കെ പണിയെടുക്കുന്നത് എന്തിനാ? അതിനെക്കാട്ടി എനിക്ക് ജസ്റ്റ് ആമസോണിൽ ഓർഡർ ചെയ്താൽ പോരെ. ആൻഡ് എന്റെ ഫ്രണ്ട്സ് എനിക്കൊരു കക്കാഷിയുടെ കീ ചെയിൻ ഗിഫ്റ്റ് ചെയ്ത് തന്നു. ഞാൻ ഇത് പൊട്ടിച്ചിട്ടില്ല ഇതുവരെ. നമുക്ക് ഒരുമിച്ച് പൊട്ടിക്കാം. ഓക്കെ, ലെറ്റ് us ഓപ്പൺ ദിസ്. ബാക്കിൽ ഇവിടെ സാസ്കയുടെ ഫോട്ടോയുണ്ട് ആൻഡ് ഫ്രണ്ടിൽ ഫുൾ കക്കാഷി. ആൻഡ് ദിസ് ഈസ് ദ കീ ചെയിൻ. ഞാൻ ഇതെന്റെ ബൈക്കിന്റെ കീയില് അറ്റാച്ച് ചെയ്ത് വെക്കാം. നല്ല രസമുണ്ടല്ലേ? നോക്ക്, നിങ്ങൾ ക്ലോസപ്പിൽ നോക്ക്. യെസ്, കക്കാഷി വിത്ത് ഹിസ് ചിദോരി. ബട്ട് അവന്റെ ഷരിംഗൻ ഇല്ല. ബട്ട് ദാറ്റ് ഇസ് ഫൈൻ. ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ആവും ഫുൾ. വെയിറ്റ് എ മിനിറ്റ്. സി, നമ്മുടെ കക്കാശി ഇങ്ങനെ ഫുൾ 360 ഡിഗ്രി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഗൈസ്. എനിക്കിതൊരു ഗിഫ്റ്റ് തന്നതാണ്. ആൻഡ് ഞാൻ എന്താ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ, എനിക്ക് വേറെ ഒന്നും നോക്കിയിട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. സോ ഞാൻ ഫൈനലി ഒരു ബുക്ക് വാങ്ങിച്ചു, അറ്റോമിക് ഹാബിറ്റ്സ്. ഇത് കുറച്ച് റേറ്റ് കുറവായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ബാക്കി സാധനങ്ങളൊക്കെ ഭയങ്കര റേറ്റ് ആണ് അവര് പറയുന്നത്. സരോജിനി മാർക്കറ്റിലെ റേറ്റ് കുറഞ്ഞൊക്കെ കിട്ടുന്നൊക്കെ പറയും. പക്ഷെ ഇറ്റ് ഇസ് all up to your bargaining skills. And after that 2 ദിവസത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം I finally reached home. വീട്ടിലെത്തിയപ്പോഴുള്ള അവസ്ഥ കാണായിരുന്നു മോനെ. എനിക്ക് നിൽക്കാനും നടക്കാനും ഇരിക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ ഒരാഴ്ചയായി വീട് എത്തിയിട്ട്. ആൻഡ് ഇതുവരെ ഞാൻ കോളേജിൽ പോയിട്ടില്ല. മിക്കവാറും എനിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെക്കേണ്ടി വരും. എന്റെ അറ്റൻഡൻസ് അത്രയും കുറഞ്ഞിട്ടുണ്ടാവും. കുറെ കാലത്തിന് ശേഷം ഞാൻ എന്റെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. 100K ശേഷം ആദ്യത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു. ആൻഡ് ഇനി എന്തായാലും ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുന്നതായിരിക്കും. ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് ഫുൾ കിടപ്പായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഷോർട്സ് പോലും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഓ യാ, നമ്മുടെ സോറോയുടെ മിസ്റ്ററി ബോക്സ് ഞാൻ ഫുൾ വ്ളോഗിൽ അൺബോക്സ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഇനി എന്തായാലും അതിനെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ചെറുതായിട്ട് കാണിച്ചു തരാം. ഓക്കെ, എന്തായാലും ഇത്ര ഹൈപ്പ് ചെയ്തത് എന്താ, അതിനുള്ളിൽ എന്താ സംഭവം എന്ന് ഞാൻ കാണിച്ചു തരാം. ദിസ് ഇസ് ദ തിങ് ഗൈസ്, സോറോയുടെ മിസ്റ്ററി ബോക്സ്. ഫുൾ ഡൽഹി മണാലി കറങ്ങി തിരിച്ചെത്തിയിരിക്കുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളില് എമാക്സിന്റെ ലോഗോ. ആൻഡ് ദിസ് ഇസ് ഹുഡി. ഐ തിങ്ക് ഇതൊരു ഹുഡി ആയിരിക്കണം. ആൻഡ് ദിസ് ഇസ് എ ടീഷർട്ട്. അതിന്റെ തിക്നെസ് കാണുമ്പോൾ അറിയാൻ പറ്റും. And then we have a lot of stickers. ഇത് മൊത്തം ഇതിനെ ഞാൻ ഒന്ന് ഒതുക്കി വെക്കട്ടെ. Yup. We have a lot of stickers from One Piece. നമ്മുടെ full One Piece crew. Zoro. This is Shanks. Yes, ഞാൻ One Piece കണ്ടിട്ടില്ല ആക്ച്വലി. സോ കുറെയൊക്കെ അറിയാം. നമ്മുടെ ലൂഫിയുടെ സ്ട്രോ ഹാറ്റ്. Then Usopp. Then Nami, Brook, Ace, Chopper, Boa Hancock. This is, I think, Doflamingo. Yes, Doflamingo. Kunyi Luffy, Sanji, Zoro, and the cutest 2020 Chopper. Yes. So these are the things. ഞാൻ ഇത് എൻ്റെ വൺ പീസ്, കുറെ വൺ പീസ് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് കോളേജിൽ. സോ ഞാൻ ഈ സ്റ്റിക്കേഴ്സ് ഒക്കെ അവർക്ക് കൊടുക്കും. ആൻഡ് ഇത് ഞാൻ അവരുടെ ഒപ്പം അൺബോക്സ് ചെയ്താലോ എന്ന് വിചാരിക്കാം. ഒരു കണ്ടന്റ് ആയല്ലോ, പുതിയൊരു കണ്ടന്റ് ഐഡിയ ആയല്ലോ.
അവരുടെ ഒപ്പം അൺബോക്സ് ചെയ്തോലോ എന്ന് ആലോചിക്കാം. പക്ഷെ ഞാൻ ഇതെല്ലാം എടുത്ത് വീണ്ടും കോളേജിലേക്ക് കൊണ്ടുപോകണ്ടേ, അതൊരു സംഭവമുണ്ട്. നോക്കട്ടെ, ഞാൻ എന്തായാലും ഒരു പുതിയ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിന്റെ അൺബോക്സിങ്ങിന്റെ. സോ ദാറ്റ് ഈസ് ഇറ്റ് ഗൈസ്. 100K സ്പെഷ്യൽ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ 40 മിനിറ്റിൽ വലിയൊരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്, അപ്പാർട്ട് ഫ്രം ലൈവ് സ്ട്രീംസ്. അപ്പൊ അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ ലൈവിൽ കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ് ആനിമേ. ബൈ ബൈ.